കൃത്യമായ സ്ഥലത്ത് വെള്ളമുള്ള സ്ഥലം ഈ നാളികേരം തന്നെ മറിയും. അപ്പൊ അത് വെള്ളം ഒഴുകുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ നാളികേരത്തിൽ നമുക്ക് കണ്ടെത്താം. വെള്ളം നാളികേരത്തിൽ ഒഴുക്കുണ്ടെങ്കിൽ മാത്രമേ മറിയുള്ളൂ. അത് നിങ്ങൾക്ക് ഞാനിപ്പോ കാണിച്ചു തരാം. കണ്ടാ? നമ്മള് ദേ ഈ പോർഷനിൽ നോക്കിയേ. കണ്ടാ? വെള്ളമുള്ളതായ സ്ഥലത്ത് നാളികേരം മറിയുന്നത് കണ്ടാ? ഇതാണ് നമുക്ക് വെള്ളമുള്ള സ്ഥലം. പക്ഷേ ഇതേ പോയിന്റിലേക്ക് വന്നാ നാളികേരം മറിയില്ല. കണ്ടാ? മറിയുന്നില്ല. നമ്മള് നാളികേരത്തില് വെള്ളമുള്ള സ്ഥലം നമുക്ക് വെള്ളമുള്ള സ്ഥലത്ത് വരുമ്പോ നമ്മുടെ നാളികേരം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ നാളികേരം നോക്കി കഴിഞ്ഞാൽ ഇത് നോക്കി വെള്ളമുള്ള സ്ഥലം വരുമ്പോൾ നാളികേരം നമുക്ക് മറിയും. കണ്ടോ? ഇവിടെ നമുക്ക് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് ഈ പോർഷൻ. ഇത് ഏതി കൂടി പോകുന്നത് നോക്കി കഴിഞ്ഞാൽ ഈ പോർഷനിലേക്ക് ഇല്ല. കണ്ടാ? നമ്മളവിടെ ഒരു അടയാളം വെക്കാം. എന്തെങ്കിലും ഒരു അടയാളം എടുത്ത് വെച്ച് ഇത് അടയാളം എന്തെങ്കിലും ഒരു അടയാളം ചെറിയൊരു അടയാളം വെച്ച് കഴിഞ്ഞാൽ ഒരു അടയാളം അവിടെ അടയാളം വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു അടയാളം ഇപ്പൊ ഇവിടെ വെള്ളമുള്ള ഭാഗമാണ്. കണ്ടാ? നാളികേരം മറിയുന്നുണ്ടല്ലോ. വെള്ളമുള്ള സ്ഥലത്താണ് നമ്മൾ നാളികേരം മറിയുന്നത്. കണ്ടാ? അവിടെ നിന്ന് അല്പം ഇങ്ങോട്ട് ചെന്നാൽ നാളികേരം മറിയില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ നാളികേരത്തിന് ഒരു മാഗ്നറ്റിക് പവർ പോലെ ശരീരത്തിലെ ബ്ലഡും ഇതിന്റെ ഒരു നമ്മുടെ ഇത് വർക്ക് ചെയ്യുന്ന പോലെ ഒരു എനർജറ്റിക് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അത് നമ്മൾ വെള്ളം ഉള്ള ഭാഗം ഈ സൈഡിൽ വെള്ളം ഒഴുകുന്നില്ല. കണ്ടാ? ഇവിടേക്ക് അത്രയ്ക്ക് ഒഴുക്കില്ല. കണ്ടാ? വെള്ളം ഒഴുകുന്നില്ല. പക്ഷേ ഇതിൽ വെള്ളം ഒഴുകുന്ന പോർഷൻ വരുമ്പോൾ നാളികേരം മറിയും. കണ്ടാ? അപ്പൊ ഈ പോർഷൻ ഇങ്ങനെയാണ് ഇതിന്റെ വെള്ളം ഒഴുകി പോകുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ഈ സ്ഥാനത്തെ നിർണയിച്ച് കണ്ടെത്തുന്നത്. വെള്ളമുള്ള സ്ഥലത്ത് ഒരിക്കലും നാളികേരം മറിഞ്ഞു കൊള്ളണം എന്നില്ല. നാളികേരം മറിഞ്ഞു എന്ന് വരില്ല. വെള്ളമുള്ള സ്ഥലത്തല്ല നാളികേരം മറിയുന്നത്. വെള്ളത്തിന് ഒഴുക്കുള്ള സ്ഥലത്താണ് നാളികേരം മറിയുന്നത്. അത് പ്രത്യേകം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ മാത്രമേ ഇത് ചെയ്താലും വിജയിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും വളരെ വ്യക്തമായിട്ട് അറിവുള്ള ഒരാളെ കൊണ്ടാണ് നമ്മൾ ഇത് നോക്കി ചെയ്യുമ്പോൾ നമുക്ക് 100% ഗ്യാരണ്ടിയാണ് വെള്ളം കിട്ടുന്നുള്ളത്. പക്ഷെ നാളികേരത്തിൽ നമുക്ക് വെള്ളം ഒഴുക്കുണ്ട് എന്ന് കണ്ടുപിടിക്കാം എന്ന് മാത്രമേ കഴിയുള്ളൂ. അതിന്റെ താഴ്ച കണ്ടെത്തുന്നത് മറ്റൊരു മാർഗം കൂടി നമ്മൾ ചെയ്യലിലൂടെ, അതുപോലെ പെൻഡുലം എന്ന് പറയുന്ന ഒരു ലോഹത്തിൽ കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് നമ്മൾ പകർന്നു തരികയാണ്. ഈ നാളികേരത്തിന്റെ ഉള്ളിലെ കൊപ്ര രൂപത്തിലുള്ള ഒരു ഭാഗമാണിത്. ഇതിലെ ഈ എർത്ത് പാസ് ചെയ്യുന്ന പോലുള്ള ഇതിൻ്റെ ഒരു സിസ്റ്റം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഇതിൽ കാണുന്ന ഈ ഞരമ്പുകൾ പോലെ കണ്ടാ? ഇതിൽ ഓരോ ഞരമ്പ് നാഡികൾ പാസ്സാക്കുന്നത് കണ്ടാ? ഇതാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡും ഇതിലോടുന്ന വെള്ളമുള്ള ഇതായിരിക്കണം, വെള്ളമുള്ള ഒരു നാളികേരമായിരിക്കണം. അതിലൂടെയാണെങ്കിൽ ഈ നാഡി ഞരമ്പുകളിലൂടെ ഇതിൻ്റെ പാസിങ് ഈ നമ്മൾ കാണിക്കുന്ന ആളുകളിലെ ബ്ലഡിൻ്റെ സർക്കുലേഷനും പെർഫെക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഈ നാളികേരം വെള്ളമുള്ള സ്ഥലത്ത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുള്ളൂ.